അല്ലെങ്കിൽ പിന്നെ ഒരു വഴിയുണ്ട്. പക്ഷെ നീയും കൂടെ സമ്മതിക്കണം. അത് ശരി, ഈ വളയിലാണോ നോട്ടം? എന്റെ കയ്യിൽ കിടക്കുന്ന വള കണ്ടിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്താന്ന് വിചാരിക്കേണ്ട. ഞാൻ ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിട്ടിരിക്കണല്ല. എനിക്ക് കുട്ടീന്റെ സ്കൂളിൽ പോകാനുണ്ടാവും, പിന്നെ പുറത്തിറങ്ങണ്ടേ പെണ്ണുങ്ങളുടെ ഇടയ്ക്ക്. അപ്പൊ പിന്നെ വെറും കൈയോടെ നടക്കാനാ? എടി, ഒരു 2 മാസം സമയം എനിക്ക് മതി, അതിന്റെ ഉള്ളിൽ ഞാൻ എടുത്തു തരാം. അങ്ങനെ വേണ്ട. 2 മാസം, 3 മാസം, 1 മാസം, എന്തിനു ഒരാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് സാധനം പോലും ഇപ്പൊ ബാങ്കിൽ കിടക്കുക വർഷങ്ങളായിട്ട്. ഇതുവരെ തിരിച്ചെടുക്കാനായിട്ടില്ല. ആകെ ഉള്ളത് ഇതാ, ഞാൻ തരില്ല. എന്റെ അമ്മേന്റെ ആവശ്യമല്ലേ, അതുകൊണ്ട് നീ തരില്ലെന്ന് എനിക്കറിയാം. ഇതിപ്പോ നിന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യമാണെങ്കിലോ, നിന്റെ വളയും മാലയും എല്ലാം നീ ഊരി കൊടുക്കുമല്ലോ. അതെ, നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളല്ലേ, അല്ലാണ്ട് വെറുതെ കുത്തിപ്പിടിച്ച് വീട്ടിലിരിക്കുന്ന ആളല്ലല്ലോ. ഒരാവശ്യം വരുമ്പോ ഒരു 50,000 രൂപ നിങ്ങളുടെ എടുക്കാനില്ല? ആ, നീ തന്നെ ഇത് പറയണം. എടി, ചില്ലറ ചെലവാണ് വീട്ടിൽ വരുന്നത്. എന്തെങ്കിലും സാധനം തീർന്നിട്ട് ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ വന്ന് 2,000-3,000 രൂപ. പിന്നെ ഇപ്പൊ 1,00,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും മാസം അവസാനം വരുമ്പോൾ 1 രൂപ പോലും കയ്യിലുണ്ടാവില്ല. അത്രയും ചെലവ് അവിടെ വരുന്നത്. മാസം മാസം അടയ്ക്കേണ്ട കുറി, കാറിന്റെ EMI എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെലവ് അവിടെ ഉള്ളത്. എന്നിട്ട് അവസാനം ചോദിക്കും പൈസ ഒന്നും കയ്യിലില്ലേ, എല്ലാം ചെലവായി കഴിഞ്ഞപ്പോ. ഞാനെന്താ ഇവിടെ വല്ല മരവും കുഴിച്ചിട്ടുണ്ടോ പുലിക്ക് ഇങ്ങനെ പൈസ വീഴ്ത്താൻ വേണ്ടിയിട്ട്? പൈസ ഇല്ലെങ്കിലേ എന്നെ കൊണ്ട് ചികിത്സ നടത്താൻ പറ്റില്ല എന്ന് അമ്മേനെ വിളിച്ച് പറഞ്ഞേക്ക്, കഴിഞ്ഞില്ലേ കാര്യം? എടിതാ, നീ ഒരുമാതിരി ചങ്കുകൊള്ളുന്ന വർത്താനം പറയരുത്. ഭർത്താവിന് ഒരു പ്രശ്നം വന്നാൽ ഭാര്യ അല്ലാണ്ട് വേറെ ആരോ കൂടെ നിൽക്കുക? ഞാൻ കൂടെ നിൽക്കാൻ നിങ്ങൾ എന്റെ എന്തെങ്കിലും തന്നു വെച്ചിട്ടുണ്ടോ? ഓരോ മാസം 20,000 പിടിക്കുക, 30,000 പിടിക്കുക, 50,000 പിടിക്കുന്ന പറഞ്ഞിട്ട് ഇല്ലല്ലോ. പിന്നെ ഞാൻ നിങ്ങൾ ചോദിക്കുമ്പോ എവിടെ നിന്ന് എടുത്ത് തരാനാ? എന്റെ ഉള്ളതും കൊണ്ട് പണയം വെക്കും വിൽക്കും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എന്താ ചെയ്യാ? വല്ല 2,000-3,000 ആണെങ്കിൽ ആരോട് ഞാൻ ചോദിക്കാൻ നിൽക്കാം. ഇതിപ്പോ 50,000 രൂപ നാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ ഉണ്ടാവാനാ? രാവും പകലും പണിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ 1 രൂപ കയ്യിൽ പിടിക്കാന്ന് പറഞ്ഞാൽ അയ്യോ, ഇത്രയും കഷ്ടപ്പെട്ടുള്ള കാര്യം വേറെ ഇല്ല. നിങ്ങളെ പോലെ സേവിങ്സ് ഇല്ലാത്ത എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും ലാസ്റ്റ്. സേവിങ്സ്? എടി, ആനക്കാര്യം പറയുമ്പോ നീ ചേനക്കാര്യം പറയാൻ നിൽക്കല്ലേ. ചികിത്സക്ക് പൈസ ഉണ്ടാക്കാൻ നീ വഴിയുണ്ടെങ്കിൽ അത് പറ. എനിക്കറിയാം ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടെന്നെ എത്തുന്നുള്ളത്. പൈസയൊക്കെ ഞാൻ തരാം. ട്രീറ്റ്മെന്റ് മുടക്കാൻ നിൽക്കണ്ട പൈസ ഇല്ലാത്തതിന്റെ പേരില്. നാളെ തന്നെ അമ്മേനും കൂട്ടിട്ടേ ഹോസ്പിറ്റലിൽ ചെല്ലാൻ നോക്കും. അതല്ല ഞാൻ നിന്നോട് പറഞ്ഞു, നിന്റെ കൈത്തെ വളയൊരു തരാൻ. ഒരു വെറുതെ മസിലും പിടിച്ച് മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. വളയും മാലയും പണയം വെച്ചിട്ടൊന്നും അല്ല, പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ സോപ്പ് വാങ്ങാൻ വേണ്ടിട്ടേ 25,000 രൂപ തന്നില്ലേ? അല്ല 4,000 രൂപയല്ലേ കവറിന് പോയത്. ബാക്കിയുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. ഞാൻ പണയം വെച്ച വളയ്ക്ക് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഓണക്കോടി എടുക്കാൻ വേണ്ടി 10,000 തന്നില്ലേ? അതിൽ ഞാൻ 3,000-ന് എല്ലാവർക്കും കൂടി ഡ്രസ്സ് എടുത്ത്, അതിന്റെയും ബാക്കി പൈസ ഉണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയപ്പോഴേ അതൊന്ന് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പൈസ തന്നില്ലേ? അത് ഞാൻ 200 രൂപ അമ്മന്റെ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള പൈസ മുഴുവൻ എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഓരോ മാസവും മിച്ചം വെച്ച കുറച്ച് പൈസ ഉണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കാര്യം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട.